നമസ്കാരം. സ്ഥിരീകരിക്കാവുന്നതും സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ വാർത്തകളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെയാണ് മധ്യ പൗരസ്ത്യ പ്രദേശത്തു നിന്നും കടന്നു വരുന്നത്. അമേരിക്കൻ കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളുണ്ട്, നിഷ്പക്ഷമായ മാധ്യമങ്ങൾ നൽകുന്ന രേഖാചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇറാൻ അനുകൂല മാധ്യമങ്ങളും അറബ് പെർസ്പെക്റ്റീവിൽ നൽകുന്ന മാധ്യമങ്ങളും എല്ലാം നൽകുന്ന വിവരങ്ങളുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് പരമാവധി സത്യസന്ധമായി പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിക്കുക എന്നതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രധാന ദൗത്യം. നോക്കൂ, ഏത് നിമിഷവും യുദ്ധം സംഭവിക്കാം, അമേരിക്ക ഇറാനെ ആക്രമിക്കാം, ഇസ്രയേലും അതിനോടൊപ്പം ചേരും എന്നതാണ് പൊതുവെ ഉണ്ടാകുന്ന ഒരു ഫീൽ. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഈ ആക്രമണം വൈകുന്നതിന് ന്യായമായ കാരണങ്ങളുണ്ട്. ഒരു യുദ്ധത്തിന് മറ്റാർക്കും പുറമേ നിന്നുകൊണ്ട് ആർക്കും സമയക്രമം തീരുമാനിക്കാനാവില്ല. പക്ഷേ ഇതിന് ന്യായമായ കാരണങ്ങളുണ്ടോ? ഇവിടെ വരുന്ന ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിട്ടില്ലാത്തതും എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങളിൽ ചിലത്, പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസും അതുപോലെ മറ്റ് ചില മാധ്യമങ്ങളും പുറത്തുവിട്ടതുമായ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അമേരിക്കയുടെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അമേരിക്ക പൂർണ്ണമായി ഇപ്പോൾ യുദ്ധസജ്ജം ആയിട്ടില്ല എന്ന ഒരു സംസാരം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഇത് പുറത്തു വന്ന ഉടനെ തന്നെ മാധ്യമങ്ങൾ, വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടപ്പോൾ അതിരൂക്ഷമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അതിനോട് പ്രതികരിച്ചത്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം എപ്പോഴും അങ്ങനെയാണല്ലോ, എന്ത് തിരിച്ചടി ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് മേൽ ഒരു ചിറകിൽ വെച്ച് ആരും പറക്കാൻ പാടില്ല എന്നതാണല്ലോ. എല്ലാ പ്രഖ്യാപനങ്ങളും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരണം എന്നൊരു തരം മെഗലോമാനിയാക് ചിന്ത ഉള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ്. അപ്പോൾ അവിടെ സ്ഥിരീകരണമില്ല എങ്കിലും അമേരിക്കയ്ക്ക് സ്വാഭാവികമായി നമ്മൾ ഒബ്ജക്റ്റീവായി നോക്കുമ്പോൾ തീർച്ചയായും സൈനിക കപ്പാസിറ്റി ഉണ്ട്, യുദ്ധ സജ്ജീകരണങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളുണ്ട്. യുദ്ധക്കപ്പലുകൾ പല ആവർത്തി നമ്മൾ പറഞ്ഞതാണ്. USS എബ്രഹാം ലിങ്കൻ്റെ സാന്നിധ്യം, അതുപോലെ USS ജെറാൾഡ് ഫോർഡിൻ്റെ സാന്നിധ്യം, വിമാനവാഹിനി കപ്പലുകളാണ്, ഏതാനും ഡിസ്ട്രോയേഴ്സ്, അതുപോലെ തന്നെ മറ്റ് യുദ്ധക്കപ്പലുകൾ, മൈൻവാരി കപ്പലുകൾ എന്ന് വേണ്ട, അതുപോലെ വിമാനങ്ങളുടെ വലിയ ശേഖരം, സ്റ്റെൽത്ത് ബോംബേഴ്സ്, F-35, F-22 സ്റ്റെൽത്ത് ബോംബറുകൾ എന്ന് വേണ്ട, ഈവൻ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, THAAD പ്രതിരോധ മിസൈൽ വേധ മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ എല്ലാം, പെട്രിയോട്ട് മിസൈലുകൾ എന്ന് വേണ്ട സകല വിന്യാസവുമുണ്ട്. പക്ഷേ ഒരു ബലഹീനത മാത്രം, അമേരിക്കയ്ക്ക് കരയിൽ കാര്യമായ താവളങ്ങൾ ഉപയോഗിക്കാവുന്നൊരു നിലയിലല്ല. അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട് ഇവിടെ നിർണായകമാകുന്നത്. അറബ് രാജ്യങ്ങളെ അമേരിക്ക ചേർത്ത് പിടിക്കുമ്പോഴും അറബ് രാജ്യങ്ങൾ അവരുടെ എയർ സ്പേസ് ആകട്ടെ, ലാൻഡ് ആകട്ടെ, അവരുടെ മണ്ണ് ഒരു രീതിയിലും ഇറാനെതിരെയുള്ള പട ഒരുക്കത്തിന് ഉപയോഗിക്കാൻ അനുവാദം ഇതുവരെ നൽകിയിട്ടില്ല, ജോർദാൻ ഒഴികെ. ജോർദാനും ഔപചാരികമായ അനുവാദം നൽകി എന്ന് പറയാനാവില്ല എങ്കിൽ പോലും ജോർദാനിലേക്കാണ് അമേരിക്കയുടെ വിമാനങ്ങളുടെ ഏറിയ പങ്കും ഇപ്പോൾ പറന്നിറങ്ങുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇറാഖിലും സിറിയയിലുമൊക്കെ അമേരിക്കൻ വിമാനങ്ങൾക്ക് പറന്നിറങ്ങാൻ കഴിയും. അതേസമയം GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും അത് യുദ്ധവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ കാണാനാവില്ല എന്നാണ് ഒരു ന്യൂനതയായി പറയുന്നത്. മറ്റൊരു ന്യൂനതയായി പറയുന്നത്, ഈ അമേരിക്കൻ ജനതയോട് എന്താണ് പറയുക? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഡൊണാൾഡ് ട്രംപ് കൂടുതൽ യുദ്ധങ്ങളിലേക്ക് അമേരിക്കയെ വലിച്ചഴിക്കുകയും ഏതെങ്കിലും കാരണവശാൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു കരയുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടാൽ അമേരിക്കയുടെ പൊതുജനാഭിപ്രായം വല്ലാതെ തിരിയും. അത് മിഡ് ടേം ഇലക്ഷനിലും പിന്നീട് നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയിലും എല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വൻപൻ തിരിച്ചടിയാവും. ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. നവംബറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും ഇത് തന്നെയാവും ഒരുപക്ഷെ അവസ്ഥ. അതുകൊണ്ട് ഒരു കാരണവശാലും ദീർഘകാലം നിൽക്കുന്ന യുദ്ധമോ തിരിച്ചടിയോ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ലിമിറ്റഡ് സ്ട്രൈക്കിൻ്റെ സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറഞ്ഞത്. അത് ഉടനെ തന്നെ ന്യൂയോർക്ക് ടൈംസ് അതിനെ വിശകലനം ചെയ്തത്, തൽക്കാലം ആണവ ചർച്ച പരാജയപ്പെട്ടാൽ, ആണവ ചർച്ച വരാൻ ഇരിക്കുന്നത് ഈ വ്യാഴാഴ്ച 2 ദിവസത്തിനുള്ളിൽ തന്നെ ജനീവയിൽ വെച്ച് 3ാം റൗണ്ട്, ആദ്യം ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച്, 2ാം റൗണ്ട് ജനീവയിൽ വെച്ച്, 3ാം റൗണ്ടിൽ റിട്ടേണായ ചില പ്രോമിസുകളുമായി വരുമെന്നാണ് അബ്ബാസ് അറാക്ചി എന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി, ചർച്ചകൾ നയിക്കുന്ന അറാക്ചി പറഞ്ഞു വെച്ചത്. ഇങ്ങനെയെങ്കിൽ കോൺക്രീറ്റ് പ്രപ്പോസൽസ് ഉണ്ടാവാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ അതിലെന്താകും എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ ഒരുപക്ഷെ യുദ്ധം ഒഴിവാക്കാവുന്ന സാഹചര്യവും ഉണ്ടാകും.
പക്ഷെ അത് സ്വീകാര്യമല്ല, ഏതെങ്കിലും രീതിയിൽ സ്വീകാര്യമല്ല എങ്കിൽ ഇമ്മീഡിയറ്റ്ലി നടക്കാൻ സാധ്യതയുള്ളത് ഒരു പ്രിസിഷൻ സ്ട്രൈക്കാവും, വളരെ ബ്രീഫ് ഒരു മിന്നൽ ആക്രമണം. അത് 3-4 കേന്ദ്രങ്ങളിലാവും എന്ന രീതിയിലാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ആയത്തുള്ള അലി ഖൊമേനിയുടെ രഹസ്യ സങ്കേതം എന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിൽ 1-2-3 ഇടങ്ങളുണ്ടാവും, ഇയർമാർക്ക് ചെയ്തിട്ടുണ്ടാവാം, അവിടങ്ങളുണ്ടാകാം. IRGCയുടെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പ് അതിൻ്റെ തലസ്ഥാനത്ത്, അതിൻ്റെ ആസ്ഥാനത്ത് ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം. ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് തകർത്തേക്കാം. മറ്റൊരു പ്രപ്പോസലും കൂടി ഇതിനകത്ത് വന്നിരുന്നു. ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ആ ന്യൂക്ലിയർ സൈറ്റിൽ ഉൾപ്പെടെ ആളുകളെ, മെറീനുകളെ ഇറക്കി വിട്ടുകൊണ്ട് ഒരു പരിമിതമായ തോതിൽ ചെറിയ ഏരിയ കേന്ദ്രീകരിച്ച് ഒരു ലാൻഡ് ഓപ്പറേഷൻ. പക്ഷേ അത് അമേരിക്കൻ വാർ മെഷീനറി കൈകാര്യം ചെയ്യുന്നവർ അത് തള്ളിക്കളഞ്ഞു. പ്രഥമദൃഷ്ട്യാ തന്നെ അത് വയബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കര ആക്രമണവും സാധ്യമല്ല എന്ന രീതിയിൽ തന്നെ തള്ളിക്കളഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ പരിമിതമായ യുദ്ധം ഉണ്ടാവുകയും ആ യുദ്ധം വേണ്ട ഫലം കണ്ടില്ല എങ്കിൽ ബൈ ദി എൻഡ് ഓഫ് ദ ഇയർ, കലണ്ടർ ഇയർ, അതായത് 2026 അവസാനം, അതായത് അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾ, ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഡിസംബർ 2026 അന്തിമമായ യുദ്ധം ടു ചേഞ്ച് ദി റെജീം, ആയത്തുള്ള അലി ഖൊമേനിയെ നീക്കം ചെയ്യാനുള്ള ഒരു ഓൾ ഔട്ട് ലോങ് സ്റ്റാൻഡിങ് വാർ, ലോങ് ടേം വാർ ഒരുപക്ഷെ ഫ്ലഷിംഗ് ഔട്ട് ഓപ്പറേഷൻ എന്ന നിലയിൽ തുടങ്ങി വെക്കാം എന്നാണ്. അതുവരെ ചോക്ക് ചെയ്യുക, പരമാവധി സ്ക്വീസ് ചെയ്യുക, അങ്ങനെ ഇറാനുള്ള റെസിസ്റ്റൻസിൻ്റെ എല്ലാ കേപ്പബിലിറ്റിയും മാറ്റുക. ഇത് അമേരിക്കയുടെ ഒരു തന്ത്രമായി ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വിശകലനം ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ മറുവശത്ത് വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ ഇറാൻ, ഇത് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ്. ഇറാൻ ഇടയ്ക്കൊരു ഒലിവ് വില നീട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ IAEAയുടെ ചെയർ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഉന്നത നേതൃത്വവുമായി സംസാരിച്ചു. അപ്പോൾ അത് ചില ധാരണകൾ, റാഫേൽ ആണ് ഇതിൻ്റെ IAEAയുടെ ചീഫ്. അപ്പം റാഫേലിൻ്റെ ഒരു ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്യാം, ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കുമോ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായം. ഒന്ന് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഈ ഹെൽത്ത് സയൻസും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിന് വേണ്ടി ചെറിയ രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മുഖം രക്ഷിക്കാം. നിങ്ങളുടെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി അടച്ചിടുന്നില്ല. യുറേനിയം സമ്പുഷ്ടീകരണം ചെറിയ തോതിൽ മുൻപുണ്ടായിരുന്ന കരാർ അനുസരിച്ച് 2015 ബറാക്ക് ഒബാമയും ഇറാനിയൻ നേതൃത്വവും തമ്മിൽ എത്തിച്ചേർന്ന കരാർ അനുസരിച്ച് 3.6% സമ്പുഷ്ടീകരണം, അത് ഊർജ്ജാവശ്യത്തിന് വേണ്ടി പരിമിതമായ സമ്പുഷ്ടീകരണം അനുവദിച്ചുകൊണ്ടും IAEA ഇൻസ്പെക്ഷൻ അനുവദിച്ചുകൊണ്ടും ഉള്ള ഒരു കരാറായിരുന്നു. അത് പഴങ്കഥയായി മാറിയിരിക്കുന്നു. ട്രംപ് അത് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറി. അതുമാത്രമല്ല, ഇറാൻ അത് വേണ്ട രീതിയിൽ സഹകരിച്ചില്ല എന്ന ആരോപണം അമേരിക്ക ഉന്നയിക്കുന്നുമുണ്ട്. ഇതെന്തായാലും ശരി, ഇങ്ങനെ ഒരു കാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ഓഫർ അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുക. അമേരിക്ക അതിന്മേൽ എന്ത് നിഗമനത്തിലാണ് എത്തുന്നത്? കാരണം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് പറയാനാവില്ലല്ലോ. കാരണം മെഡിക്കൽ റിസർച്ച് ന്യായമായ കാര്യമാണ്, സമാധാനപരമായ കാര്യമാണ്. അതിന് ചില രീതിയിൽ ഉള്ള ആണവ റേഡിയേഷനൊക്കെ ആവശ്യമായി വരും. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ദോഷം പറയാനാവില്ലല്ലോ. അതാണ് ഒരു പ്രപ്പോസൽ. രണ്ടാമത്, ഈ ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. 60%-നും 90%-നും ഇടയ്ക്ക് സമ്പുഷ്ടീകരിച്ച യുറേനിയം U-35 ഇതിൻ്റെ ശേഖരം കിലോ കണക്കിനുണ്ട്. അത് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരു സൂചന ഉണ്ടാവാം, ഇറാൻ അറിയാം. പക്ഷേ അത് ഒരു രഹസ്യ സങ്കേതത്തിൽ നിന്നും കൃത്യമായി പരസ്യമായി ഒരു ആണവ രാജ്യത്തേക്ക്, അത് റഷ്യയിലേക്കാകാം, ചൈനയിലേക്കാകാം, അത് മാറ്റുക. അതിന് അമേരിക്കയുടെ കൂടെ അനുവാദത്തോടെ, സമ്മതത്തോടെ, അറിവോടുകൂടി മാറ്റുക. ഇതൊരു പ്രപ്പോസലാണ്. ഇത് ഒരുപക്ഷെ ന്യായമായൊരു കാര്യമാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോൾ ആവശ്യമില്ലല്ലോ, യുദ്ധത്തിന് വേണ്ടി അല്ല എങ്കിൽ ഒരു കാരണവശാലും ആണവ പോർമുനകളായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ബോംബിൻ്റെ രൂപത്തിൽ വാർ ഹെഡായി ഉപയോഗിക്കപ്പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, ഒരിക്കൽ ആണവായുധം പോർമുനയായി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് 100 വട്ടം ചിന്തിക്കേണ്ടി വരും. ചില ക്രൂഡ് ബോംബുകളായിരിക്കും, ഹിരോഷിമ ടൈപ്പ് ബോംബുകളായിരിക്കാം ഒരുപക്ഷെ ഉള്ളത്. പക്ഷെ അത് പോർമുനയിൽ ഘടിപ്പിച്ച് ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇറാൻ ഉണ്ടോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഇറാൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യയും വളരെ അഡ്വാൻസ്ഡ് ആണ്.
സാധാരണഗതിയിൽ ഇറാൻ്റെ വ്യോമസേനയ്ക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസൈലുകളാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ മിസൈലുകൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറാനിലെത്തുന്നതായി വിവരമുണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഈ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയതിന് ശേഷം ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ റഷ്യയും ഇറാനും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പിട്ടു. അത് സൈനിക കരാറാണ്, സൈനിക സഹകരണ കരാറാണ്. അതനുസരിച്ച് $583 മില്യൺ വർത്ത് ഓഫ് ആർമമെൻറ്റ് റഷ്യ ഇറാന് നൽകും എന്നാണ് പറയുന്നത്. അത് 2027 ജനുവരിയോടുകൂടി മാത്രമേ അത് ആദ്യ കൺസൈൻമെൻറ്റ് കൈമാറൂ. പക്ഷേ ഇമ്മീഡിയറ്റ് ആവശ്യത്തിനുള്ള ചില മിസൈലുകൾ, പ്രത്യേകിച്ച് ഈ ഷോൾഡറിൽ വെച്ച് ലോഞ്ച് ചെയ്യാവുന്ന വിമാനവേധ മിസൈലുകൾ, അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരു വ്യക്തിയുടെ ഒരു സോൾജിയറിൻ്റെ ഷോൾഡറിൽ ഘടിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ ലോഞ്ച് ചെയ്യാൻ അതിന് നേരെ തൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള 9M66 ഇതാണ് ആ ഒരു ലോഞ്ചറിൻ്റെ പേര്. ഇത് റഷ്യ നൽകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു ഏറിയൽ സുപ്രമസി തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഉണ്ടാവും. പക്ഷേ ഏതാനും ഹെലികോപ്റ്ററുകളോ ഏതെങ്കിലും ലാൻഡ് ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ഹെലികോപ്റ്ററിൽ വന്ന് ലാൻഡ് ചെയ്യേണ്ടി വരും ട്രൂപ്സ്. അതൊക്കെ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് വിന്യാസം. അതുമാത്രമല്ല, ഇറാൻ്റെ മിസൈൽ വിന്യാസം, ഇറാൻ തദ്ദേശമായി ഡെവലപ്പ് ചെയ്തെടുത്തതും വാങ്ങിയെടുത്തതും റഷ്യ, ചൈന നൽകിയതുമായ മിസൈലുകളെ ശക്തമായൊരു വിന്യാസം ഈ സത്തേൺ ഇറാനിലുണ്ട്. ഇത് സാഗ്രോസ് മൗണ്ടൻസിൻ്റെയും തെക്കുള്ള ഭാഗത്ത് കടൽ തീരത്ത് പേർഷ്യൻ ഗൾഫ് തീരപ്രദേശങ്ങളിലെ വിവിധങ്ങളായ ഒരു ദീർഘമായ തീരമാണുള്ളത്. അതായത് ഒമാൻ ഉൾക്കടലിൻ്റെ വടക്ക് ഭാഗത്തുള്ള തീരവും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഇറാനിയൻ തീരം, അത് ഇറാൻ്റെ തെക്കുള്ള തീരം. ആ തീരത്ത് വിശാലമായ മിസൈൽ വിന്യാസം അമേരിക്കൻ സാറ്റലൈറ്റുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ മിസൈലുകൾ ലക്ഷ്യം വെക്കുന്നത് ഈ GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ താവളങ്ങളെയാണ്. അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള സേനാ താവളങ്ങളെയാണ്. അതൊന്ന്. 2, അമേരിക്കൻ വാർഷിപ്സ്, പ്രത്യേകിച്ച് ഈ വിമാനവാഹിനി കപ്പലുകൾ. ഈ വിമാനവാഹിനി കപ്പലുകൾ അതീവ എക്സ്പെൻസീവാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, മാർവലാണ്. അത് ന്യൂക്ലിയർ പവേർഡ് എൻജിനാണുള്ളതെന്ന് ഓർക്കണം. ന്യൂക്ലിയർ പവേർഡാണ് ഈ ഷിപ്സ്. ഇത് ഇറാൻ്റെ 100 കണക്കിന് ഡ്രോണുകൾ ഒറ്റയടിക്ക് ഈ എയർക്രാഫ്റ്റ് കാരിയറിനെ ലക്ഷ്യമാക്കി വന്നാൽ ഡിസ്ട്രോയേഴ്സ് അതിന് 90% നശിപ്പിക്കും. ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത് ഈ കപ്പലുകളെ സംരക്ഷിക്കാനും ഈ കപ്പലിന് നേരെ വരുന്ന ഒബ്ജക്ട്സിനെ മിസൈൽ അയച്ചുകൊണ്ട് തടുക്കാനും വേണ്ടി വന്നാൽ കരയിലേക്ക് ആക്രമണം നടത്താനും ഒക്കെ ഉള്ളതാണ് ഡിസ്ട്രോയേഴ്സ്. ഈ ഡിസ്ട്രോയേഴ്സ് ഈ മിസൈലുകളെ സിംഹഭാഗവും നശിപ്പിക്കുമെങ്കിലും ഏതാനും ഡ്രോണുകളും മിസൈലുകളും ഈ പറയുന്നതിൻ്റെ ഡെക്കിൽ പതിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മുഖം നഷ്ടം, ഈ കപ്പലൊന്ന് മുക്കാനൊക്കെ ഒരു സംവിധാനം ഒരുപക്ഷെ ഉണ്ടാവില്ല. ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വല്ലാതെ മുഖം നഷ്ടപ്പെടും. ഇത് അനുവദിച്ചു കൊടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് പ്രിക്കോഷൻസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടാലും ഇറാന് മറ്റൊന്നും പറയേണ്ടതില്ല. കാരണം ഞങ്ങൾ വീക്കാണ്, ഞങ്ങളുടെ എയർഫോഴ്സ് വീക്കാണ്, അത് പറഞ്ഞു നിൽക്കാം. അതുമാത്രമല്ല, ഒരുപാട് പ്രഹരം ഏൽക്കാനും കഴിയും. അതിനുള്ള റെസിലിയൻസ് ഉണ്ട് ഇറാനൊക്കെ ബാറ്റിൽ ഹാർഡൻഡാണ്. നോക്കൂ, 80 മുതൽ 88 വരെ ഇറാനും ഇറാഖും തമ്മിൽ സദ്ദാം ഹുസൈൻ വാണരണ്ട കാലമാണ് ഇറാഖിൽ. ആ സമയത്ത് യുദ്ധം ചെയ്തു. ഇറാൻ പിടിച്ചു നിന്നു. പാശ്ചാത്യ സഹായത്തോടെ അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നു അന്ന് സദ്ദാം ഹുസൈനും അറബ് സൈന്യങ്ങൾക്കും എന്നോർക്കണം. അന്ന് ഇറാൻ പിടിച്ചു നിന്നു. അത് മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടി, ഈ ഉപരോധ കാലത്തൊക്കെ ബുദ്ധിമുട്ടി പിടിച്ചു നിന്നു. അതുകൊണ്ട് റെസിലിയൻസ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിസൈൽ വിന്യാസമുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലാണ് ഈ മൈനുകൾ വിതറാനുള്ള സാധ്യത. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കാര്യമായ മൈനുകൾ ഇറാൻ്റെ ബോട്ടുകളുണ്ട്. അത് പോയി മൈനുകൾ വ്യാപകമായി വിതറിയാൽ ഈ മൈൻ ക്ലിയർ ചെയ്യാൻ തന്നെ അമേരിക്കൻ കപ്പലുകളുണ്ട്. ഒരുപാട് കപ്പലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ബോട്ടുകളും കപ്പലുകളുമുണ്ട്, മൈൻ വാരി കപ്പലുകൾ. ഇതൊക്കെ വാരിയാലും കുറേ മൈനുകൾ അവശേഷിക്കും, നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് പേർഷ്യൻ ഗൾഫ് മേഖല അടയ്ക്കുക എന്നതാണ് ഒന്ന്. അത് നിരന്തരം മിസൈൽ വർഷത്തിലൂടെ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഇറാൻ്റെ ഗൺബോട്ടുകൾ വലിയ രീതിയിലുണ്ട്. ഇറാൻ്റെ ഗൺബോട്ടുകൾ അതൊന്നും അമേരിക്കൻ സൈന്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പരിമിതമാണെന്ന് തോന്നാമെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴും ഇറാൻ ഒരു വലിയ ശക്തി തന്നെയാണല്ലോ. ഇറാൻ്റെ മുറ്റമാണ്, ഇറാൻ്റെ മുറ്റത്തെ കടലാണ്. ഇത് കൈവെള്ളയിലെ ഈ പറയുന്ന രേഖകൾ പോലെ തന്നെ ഇറാന് പരിചിതമാണ് ആ കടൽ മേഖല. അവിടെ ഒരു ലോക്കൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനും പുറമെയാണ് IRGC നൽകുന്ന ഒരു സംരക്ഷണ കവചം. ഈ സംരക്ഷണ കവചം ഇറാനിയൻ പ്രസിഡൻറ്റ് മസൂദ് പെസഷ്കിയാൻ നൽകുന്നു.
അതുമാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയ ലീഡർഷിപ്പ് മസൂദ് പെസഷ്കിയാനെ ഒരു പരിധിവരെ ഈ നോക്കുകുത്തിയാക്കി എന്ന് പറയാനാവില്ല. പക്ഷേ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് ലാർജാനി അല്ലെങ്കിൽ അലി ലാർജാനി എന്ന ഒരു 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 വിസ്കിഡ് ഒരു നേതൃത്വത്തെ അയത്തുള്ള അലി ഖമേനി പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട്. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദി വാർ റൂം, അല്ലെങ്കിൽ ഈ ഇറാൻ്റെ യുദ്ധ സജ്ജീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ഘടനകൾ വിഘടിച്ചു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അലി ലാർജാനി എന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സെമി മിലിറ്ററി ഒരു പേഴ്സണൽ അവിടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇറാൻ പ്രസിഡൻ്റായി തന്നെ നിൽക്കുന്നു. പ്രസിഡൻറ്റിൻ്റെ കീഴിലായിരിക്കില്ല ഈ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ. അതൊരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വരുന്ന വാർത്തകളാകാം, പക്ഷേ അതിന് ഇറാനിയൻ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ അറബ് മാധ്യമങ്ങളുടെ ഒരു സ്ഥിരീകരണവുമുണ്ട്. അതുമാത്രമല്ല, ഇറാൻ നേതാവ് അയത്തുള്ള അലി ഖമേനി പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി എന്നിവയൊക്കെ തയ്യാറാക്കി എന്ന രീതിയിൽ അവിടുന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഇറാനിയൻ ലീഡർഷിപ്പിന്, മത നേതൃത്വത്തിന് ജീവഹാനി സംഭവിച്ചാൽ അമേരിക്ക പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ട്രംപ് സേസ് ഹീ മേ ബി ടാർഗറ്റഡ് എന്ന് പറയുന്നു. 10 ദിവസത്തെ സമയമാണ് കൊടുത്തിട്ടുള്ളത്. മര്യാദയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ, അത് 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ്, 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മിസൈലുകൾ കുറച്ചു കൊണ്ടുവരാം, ആണവ പദ്ധതി പൂർണ്ണമായി ഒഴിവാക്കിക്കൊള്ളാം, ഫിസൈൽ മെറ്റീരിയൽ ഞങ്ങൾ വെളിയിൽ സുരക്ഷിതമായി എത്തിച്ചുകൊള്ളാം, അതുമാത്രമല്ല പ്രോക്സികളെ സഹായിക്കും നിർത്തിക്കൊള്ളാം എന്ന രീതിയിലെല്ലാമുള്ള ഉറപ്പുകൾ സഹിതം രേഖാമൂലം ഉടമ്പടി പ്രപ്പോസൽ കൊണ്ടുവരികയും ഉടമ്പടി സൈൻ ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾ യുദ്ധത്തിൽ നിന്നും പിന്മാറാം, അല്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിക്കും എന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞു വെച്ചത്. വധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ വാർ കൗൺസിൽ, അതായത് വാർ റൂം എന്ന് പറയുന്നത് സിറ്റുവേഷൻ റൂമാണെന്നാണ് അമേരിക്കയിൽ പറയുന്നത്. പൊതുവെ പറയുന്നൊരു പേരാണ് സിറ്റുവേഷൻ റൂം. പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങൾ, എന്തെങ്കിലും കമാൻഡോ ഓപ്പറേഷൻ പ്രസിഡൻറ്റ് നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ചേംബറിലാണ്. സിറ്റുവേഷൻ റൂം എന്നാണ് പറയുക. ആ സിറ്റുവേഷൻ റൂമിൽ കഴിഞ്ഞ ദിവസം കൂടിയ സിറ്റുവേഷൻ റൂം മീറ്റിങ്ങിൽ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതുപോലെ പ്രതിരോധ സെക്രട്ടറി ഉണ്ടായിരുന്നു, ചീഫ് ഓഫ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, വൈറ്റ് ഹൗസ് വക്താവ് കാരോലിൻ ലെവിറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ വിദേശകാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ സാന്നിധ്യം. ഇവിടെ ഉരുത്തിരിഞ്ഞ ഒരു ഫോർമുലയാണ്. ഉടനെ അറ്റാക്ക് ഒരുപക്ഷെ സാധ്യമാവില്ല എന്നതാണ് അവിടെയും പറയുന്ന ഒരു കാര്യം. അതിൻ്റെ കാര്യം ഇതാണ്, ഇറാൻ്റെ റെസിസ്റ്റൻസിൻ്റെ കപ്പാസിറ്റി വെനിസ്വേലയിൽ സാധ്യമായതുപോലെ വളരെ പെട്ടെന്ന് ക്ഷിപ്രസാധ്യമാകുന്ന ഒന്നാവില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ തികച്ചും വ്യത്യാസമാണ്. പ്രത്യേകിച്ച് ലാൻഡ് ബേസ്ഡ് ഒരു ഓപ്പറേഷന് പരിമിതി ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് അവിടെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, അതായത് യൂറോപ്യൻ ശക്തികളുടെ പിൻബലം എക്കാലത്തും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഓപ്പറേഷൻസിന് ഉണ്ടായിരുന്നു. നെയ്റ്റോയുടെ പിൻബലമുണ്ടായിരുന്നു. ബ്രിട്ടൻ എന്ന ചങ്ങാതിയുടെ എക്കാലത്തെയും വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കയുടെ ഇറാൻ അറ്റാക്ക് ഒരു രീതിയിലും ബ്രിട്ടൻ അതോടൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നെയ്റ്റോ സഖ്യകക്ഷികൾ, അമേരിക്കയുടെ നെയ്റ്റോ സഖ്യകക്ഷികൾ ചെറിയ പരിഭവത്തിലാണ്. മറ്റു പല കാരണങ്ങളാൽ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാട് അവസരവാദപരമായ നിലപാടാണ്. ഈ രാജ്യങ്ങൾ തന്നെ, നെയ്റ്റോ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, അവരോട് അമേരിക്കൻ പ്രസിഡന്റ് ഉയർത്തുന്ന വ്യാപാര നിലപാട്, ഇതെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും നെയ്റ്റോയിലെ നോൺ അമേരിക്കൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ അറ്റ്ലാന്റിക് യൂറോപ്യൻ പവേഴ്സ് മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നു, അമേരിക്കയ്ക്ക് 100% വിശ്വസിക്കാവുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. അത് മാത്രം മതിയാകുമോ എന്നതാണ്. ഇതുപോലെ ഒരു നോ ഹോൾഡ് ബാർഡ് യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ മാത്രം പിന്തുണ മതി. ജയിക്കാനാവും, മേൽക്കൈ നേടാനാവും. പക്ഷേ അതുപോലല്ലോ, ഉദ്ദേശിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും സമയബന്ധിതമായി 1 വർഷമെടുത്ത് 2 വർഷമെടുത്ത് ഏറെ നാശനഷ്ടം വന്നതിന് ശേഷം ഖജനാവിലെ പണം കാലിയാക്കി അമേരിക്ക അത്രയും വലിയ ഓപ്പറേഷൻ നയിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇറാൻ വിടുന്ന ഓരോ മിസൈലും ആ ചെലവിൻ്റെ 10 ഇരട്ടി ചെലവാണ് പേട്രിയോട്ട് മിസൈലുകൾ അയച്ച് അവരെ തകർക്കാൻ. അത് നോക്കുമ്പോൾ, കാരണം ഇറാൻ്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച് പേടിയുണ്ട് എന്നത് മാത്രമല്ല, ഇത് തടയാൻ വേണ്ടി അയക്കുന്ന ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ഒരു ഡ്രോണാണ്, നിരുപദ്രവകരമായി തോന്നുന്ന ഒരു ഡ്രോൺ ആണെങ്കിലും അത് അടിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണം, ചെലവ്, ആൻറ്റി വേധ മിസൈൽ, ഡ്രോൺ വേധ മിസൈൽ എന്നല്ല, ഒരു മിസൈൽ വേധ മിസൈൽ തന്നെയാണത്. അതും 100 ഇരട്ടിയാണ് അതിൻ്റെ ചെലവ്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ
അമേരിക്ക ഒരു ഡിപ്ലോമാറ്റിക് ഓപ്ഷൻ തന്നെയാവും സ്വീകരിക്കുക എന്നൊരു ചിന്ത പ്രബലമാണ്. എന്ന് പറഞ്ഞാൽ ഗൺ പോയിന്റ് ഡിപ്ലോമസി അല്ലെങ്കിൽ ഗൺ ബോട്ട് ഡിപ്ലോമസി എന്നാണ് പറയുക. മുൾമുനയിൽ ഇറാനെ നിർത്തിക്കൊണ്ട് പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ വ്യാഴാഴ്ച ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കരാറിൽ ഒപ്പിടുക. ആ കരാർ നടന്നില്ല എങ്കിൽ ഉടനടി തന്നെ ആക്രമണം. അപ്പോഴത്തേക്ക് തന്നെ USS ജെറാൾഡ് ഫോർഡ് പൂർണ്ണസജ്ജമായി എത്തിക്കഴിയും. അതിൻ്റെ ഏതാണ്ട് വാൽവ് സിസ്റ്റം, അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം, അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ യുദ്ധ ഒരുക്കങ്ങളെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ടാണ് യുദ്ധമൊരു പൂർണ്ണമായി നമ്മൾ യുദ്ധം ഉണ്ടാകുന്നു എന്ന് പറയാനാവില്ല എങ്കിലും all options are open. Diplomatic option is open. പക്ഷേ അണ്ടർ ഡ്യൂറസ്, അതിശക്തമായ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഗൺ പോയിന്റിൽ നിർത്തിയ ഒരു ഒപ്പിടിയിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. ഇനി ഒരു ടാക്റ്റിക്കൽ ഒരു മൂവ് എന്നുള്ള നിലയിൽ ഇറാന് വേണേൽ ബ്ലഫ് ചെയ്യാം, അല്ലേ? ഇറാൻ ഈസ് പ്ലേയിങ് എ പോക്കർ ഗെയിം എന്നാണ് പലരും പറയുന്നത്. കാരണം അമേരിക്കയെ ബ്ലഫ് ചെയ്ത് അല്ലെങ്കിൽ പൊയ്വാക്ക് പറഞ്ഞുകൊണ്ട് കുറേയൊക്കെ പ്രീണിപ്പിച്ച് നിർത്തുന്നു. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമാണ്, അതിന് സ്ഥിരീകരണമില്ല. ഇറാൻ ഈസ് ഓഫറിങ് ദി ഓയിൽ ഫീൽഡ്സ് ടു അമേരിക്കൻ കമ്പനി, ഓപ്പണിംഗ് അപ്പ് ദി ഓയിൽ ഫീൽഡ്സ്. എന്തൊരു പ്രപ്പോസലാണ്, അല്ലേ? അമേരിക്കയ്ക്ക് ഇത് കിട്ടാൻ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണ്ടു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം? എന്താണ്? ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ അത് കൂടുതൽ പര്യവേഷണം നടത്താനും ഡ്രില്ല് ചെയ്യാനും ടെക്നോളജി കൊണ്ടുവരാനും ഒക്കെയുള്ള അനുവാദം, ഇതെല്ലാം അമേരിക്കൻ കമ്പനികൾക്ക് കുറേയെങ്കിലും എഴുതി കൊടുത്താൽ അമേരിക്കയ്ക്ക് അഭിമാനിക്കാം. ട്രംപിന് തൻ്റെ വോട്ടർമാരോട് പറയാം, നോക്കൂ, ഞാൻ ഇറാനെ പേടിപ്പിച്ച് ഇറാൻ്റെ എണ്ണ പര്യവേഷണ അവകാശം ഞാൻ നേടിയെടുത്തു എന്ന് പറയാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തൽക്കാലത്തേക്ക് ഒഴിവാകുന്നു എന്ന് ആശ്വസിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് എങ്ങനെയാണ്, എന്ത് പ്രപ്പോസലാണ് അൾട്ടിമേറ്റ്ലി ഈ വ്യാഴാഴ്ച സംഭവിക്കുക, ജനീവയിൽ സംഭവിക്കുക എന്നത് ഉദ്വേഗത്തോടു കൂടി കാത്തിരിക്കുന്നു. ഐദർ എ ലിമിറ്റഡ് സ്ട്രൈക്ക്, അത് ഓൾ ഔട്ട് സ്ട്രൈക്ക് അല്ല, ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക്, വൺ ടൈം ലിമിറ്റഡ് സ്ട്രൈക്ക്, അത് 1-2 ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രൈക്ക് എന്ന രൂപത്തിൽ വലിയ രീതിയിൽ ചിന്തകൾ വരുന്നു. നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അമേരിക്ക ഒരു കാരണവശാലും ഇപ്പോൾ ആഗ്രഹിക്കില്ല. ഉണ്ടെങ്കിൽ അത് ഈ വർഷം അവസാനത്തോടെ, ഈ ഉദ്ദേശം നടന്നില്ല എങ്കിൽ ഈ വർഷം അവസാനത്തോടെ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇതൊന്നും സംഭവിക്കാതെ രണ്ടു കൂട്ടർക്കും ഒരു ധാരണയിലെത്തുകയും ലോകസമാധാനം പുലരുകയും ചെയ്യുന്ന രീതിയിൽ രണ്ടു കൂട്ടർക്കും, അമേരിക്കയ്ക്കും ഇറാനും മുഖം രക്ഷിക്കാവുന്ന രീതിയിൽ നമ്മുടെ എത്രയോ സഹോദരങ്ങളാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവരുടെയൊക്കെ കഞ്ഞിയിൽ മണ്ണ് വീഴ്ത്താതെ, അവരുടെയൊക്കെ ജീവിതങ്ങൾക്ക് വിലയുണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മളിതിനെ ഒരു ഗെയിമായി കാണാതെ, ഞാൻ എപ്പോഴും എൻ്റെ പ്രേക്ഷകരോട് സ്നേഹത്തോടെ പറയുന്ന കാര്യമാണ്, ഇതിനെ ഒരു വാർ മോങ്കറിങ് അല്ല നമുക്ക് ആവശ്യം. വാറിനെ ഒരു ഗെയിമായിട്ട് കാണുക, പക്ഷം പിടിച്ചുകൊണ്ട്, ഇറാൻ പക്ഷം അമേരിക്കൻ പക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷം പിടിച്ചുകൊണ്ട് കാണാതെ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. പരമാവധി യുദ്ധം ഒഴിഞ്ഞു പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.